യഹൂദർ അവനെ എറിയാൻ വീണ്ടും കല്ലെടുത്തു. യോഹന്നാന്റെ സുവിശേഷം 10:31. യേശു മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, കല്ലെറിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാലമാണിത്. ദൈവത്തെ പോലും കല്ലെറിയാൻ മടി കാണിക്കാത്തവരുടെ പരിണാമ രൂപങ്ങൾ സഭയ്ക്ക് ചുറ്റും ഉള്ളിലും നമുക്കിന്ന് കാണാം. കല്ലേറ് കൂടുകയാണ്. കല്ലെറിയുന്നവരുടെ കൈകൾ കഴയ്ക്കാതിരിക്കാൻ, തളരാതിരിക്കാൻ നമുക്ക് അവർക്കായി പ്രാർത്ഥിക്കാം. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിൽ മനോഹരമായിട്ടുള്ള ഒരു സംഭവമുണ്ട്. പതിവ് പോലെ ഫ്രാൻസിസും സഹോദരൻ ലയോയും കൂടി വചനം പ്രസംഗിക്കാനായിട്ട് ജനക്കൂട്ടങ്ങൾക്ക് മധ്യത്തിലെത്തി. ഫ്രാൻസിസ് ആ ജനക്കൂട്ടത്തെ നോക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ ഇന്ന് എൻ്റെ മേത്തേക്ക് കല്ലുകൾ എറിയുക. നിങ്ങൾ എറിയുന്ന ഓരോ കല്ലിനും ദൈവം നിങ്ങൾക്ക് ഇരട്ടി അനുഗ്രഹം നൽകാൻ പോവുകയാണ്. പറഞ്ഞു തീരും മുൻപേ ഫ്രാൻസിസിന് ഒരുപാട് കല്ലേറുകൾ ലഭിക്കുകയാണ്. വിശുദ്ധ ഫ്രാൻസിസ് സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി ഇപ്രകാരം പ്രാർത്ഥിച്ചു എന്ന് ചരിത്രം പറയുന്നു: പിതാവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നുവെന്ന്. സ്നേഹമുള്ളവരെ, കല്ലേറുകൾ ലഭിക്കുന്ന ഈ കാലഘട്ടത്തിൽ കല്ലെറിയുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഏറ്റെടുക്കുന്ന ഓരോ മുറിവുകളും അവരുടെ മാനസാന്തരത്തിനായിട്ട് നമുക്ക് കാഴ്ചവെക്കാം. കല്ലേറ് കൂടുകയാണ്, അവർ കല്ലുകൾ എറിയട്ടെ. അങ്ങനെ അവരെറിയുന്ന ആ കല്ലിന്റെ മുറിവുകളാൽ അവർ സൗഖ്യമുള്ളവരാകട്ടെ. ഈശോയുടെ തിരുമുറിവുകളാൽ അവർ സൗഖ്യപ്പെടട്ടെ. ആമേൻ.